9 വയസ്സുകാരിയുടെ വലത് കൈ മുറിച്ചു. ഇതുപോലെ സങ്കടമുള്ള ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. ഞാൻ ആദ്യം ഇത് പ്രതികരിക്കേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്. കാരണം ഇത് ആലോചിക്കുന്ന പോലും എനിക്ക് വളരെ സങ്കടമാണ്. അതിൻ്റെ കൈ അവിടെ മുറിവ് പറ്റി, ഒടിവും പറ്റി. അവിടെ ചെന്നപ്പോൾ ആശുപത്രി കൊണ്ടുചെല്ലുകയാണ്, പാലക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നപ്പോൾ ഡോക്ടർമാർ വിധി എഴുതി ഇത് പെട്ടെന്ന് പ്ലാസ്റ്റർ ഇടണം. ഇവർ യഥാർത്ഥത്തിൽ വലിയ വിദ്യാഭ്യാസമൊന്നുമുള്ള ആളുകളൊന്നും അല്ല, പാവങ്ങളാണ്. അവർ ശരി ഡോക്ടർമാർ പറയുന്നത് കേൾക്കാം. അപ്പോൾ പറഞ്ഞു മുറിഞ്ഞിട്ടുണ്ട്, സാരമില്ല. ഇവർ പറയുന്നൊന്നും കേൾക്കത്തില്ലല്ലോ. ഇവർ നല്ലതായിട്ട് അങ്ങ് പ്ലാസ്റ്റർ ചെയ്ത് കൊടുത്തു. കുഞ്ഞിൻ്റെ കൈ അതിലിരുന്ന് പഴുത്തിട്ട് അതിൽ രക്തയോട്ടം മുഴുവൻ നിലച്ചിട്ട് അവസാനം എന്താണെന്നറിയോ, പിന്നെ നിവൃത്തിയില്ല. കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ കൈ മുറിച്ച് മാറ്റണം. അങ്ങനെയാണ് മുറിച്ച് മാറ്റേണ്ടതായിട്ട് വന്നത്. യഥാർത്ഥത്തിൽ ഇത് ക്യൂർ ചെയ്തതിന് ശേഷം ഇത് ചെയ്തിരുന്നെങ്കിൽ അത് വരില്ലല്ലോ. പക്ഷേ ഇത് നോക്കിയത് ആരെന്നറിയോ, ഒരു ഡോക്ടർ, ജൂനിയർ ഡോക്ടർ. അയാൾ ഒരു അതായത് ഈ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പറയത്തില്ലേ, ഒരു ഇൻറ്റേൺ, അതായത് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നോക്കിയത്. വിദഗ്ധ ഡോക്ടർമാർക്കൊന്നും എനിക്ക് സമയമില്ല അവന്മാർക്ക് കേട്ടോ നോക്കാൻ. അതാണ് കാര്യം. എന്തായാലും അവസാനം സംഭവിച്ചെന്താണെന്നറിയോ, ഈ കുഞ്ഞിൻ്റെ കൈ അത് പഴുത്തിട്ട് അത് എന്തുമാത്രം വേദനയാ കുഞ്ഞ് സഹിച്ചൊന്നും അല്ല ചോദിക്കുള്ളൂ. അതിൻ്റെ കൈ മുറിച്ച് മാറ്റിയതിന് ഉപരിയായിട്ട് അതിൻ്റെ കൈ എന്തെന്നത് ചോദിക്കുക, എൻ്റെ വലത്ത് കൈ എന്തെന്ന് അതിപ്പോൾ ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയും മാതാപിതാക്കൾ? അവസാനം അതിനൊരു അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി നമ്മുടെ ബഹുമന്ത്രി ഉണ്ടല്ലോ, ആരോഗ്യ വകുപ്പ് ബഹുമന്ത്രി അന്വേഷണം നടത്തിച്ചു. അവരെ കൊണ്ട് തന്നെ, അതായത് ഈ കൈ മുറിച്ച് മാറ്റിയവന്മാരെ കൊണ്ട് അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമില്ല, അവരുടെ ഭാഗത്ത് യാതൊരു പ്രശ്നമില്ല. കുഞ്ഞിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടത് തന്നെ ആയിരുന്നു, അതുകൊണ്ടങ്ങ് മുറിച്ച് മാറ്റി. ഇതൊക്കെ പറയുന്നവന്മാരെ ഇതാരെ വിശ്വസിക്കുന്ന? ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ആരോഗ്യരംഗത്ത് നമ്പർ 1 അല്ലേ? നമ്പർ 1 നമ്മുടെ മുഖ്യമന്ത്രിയും ആരോഗ്യ മന്ത്രിയും ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്പർ 1 ആണ്. നമ്പർ 1 ആയി കാണുന്നത്. നമ്പർ 1 നമ്മൾ കണ്ടില്ലേ, ഒരു പേപ്പട്ടി കടിച്ച ഒരു സ്ത്രീ, അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ പോയിട്ട് അവർ വാക്സിൻ എടുത്തു. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ അവർ റാബിസ് വന്ന് മരിച്ചു. അത് ഞാൻ പറയാൻ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും. കാരണം പേപ്പട്ടി സ്നേഹികൾ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ ഒക്കത്തില്ല, ഞാനതിനി പറയുന്നതുമില്ല വിട്ട്. ഏതായാലും ഇപ്പം നമ്മൾ കണ്ടല്ലോ റാബിസ് വാക്സിൻ്റെ അതിൻ്റെ ഗുണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്താ അതിന് പറഞ്ഞെന്നറിയോ, അതായത് ഒരു മണിക്കൂറിൽ 3.3 മില്ലിമീറ്റർ സഞ്ചരിക്കുന്നു. ശരിയാണ്, അത് കറക്റ്റാ, ആ പറഞ്ഞത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനു മുമ്പ് ആ കടി കിട്ടിയ ഉടനെ തന്നെ അവർ പോയി വാക്സിൻ എടുത്താണ്. അപ്പം ആ വാക്സിൻ്റെ ഗുണനിലവാരം എന്താണ് നമ്മൾ ചിന്തിക്കണം. ഒരുപാട് ഇന്ത്യയിൽ ആകമാനം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുക. കാര്യം എന്താണെന്നറിയോ, അവർ കഫ് സിറപ്പ് കഴിച്ചത് വിഷമാണ്. കരിയോയിൽ നമ്മൾ പറയുന്ന സാധനമില്ലേ, അതാണ് അതിനകത്ത് ചേർത്തേക്കുന്നത്. ഈ വിഷം കഴിച്ച് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇപ്പം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കേരളത്തിൽ ഈ മരുന്ന് എത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് മാത്രം ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെട്ടു എന്ന് നമുക്ക് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ഇവിടെ ഇത് വിപണനം നടത്തിയാനേ. ഭാഗ്യത്തിന് ഏതായാലും അതുണ്ടായില്ല എന്ന് നമുക്ക് കരുതാം. ഇതിപ്പോൾ വളരെ കഷ്ടമല്ലേ? ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. എന്താ ഇതിനെക്കുറിച്ച് പറയുന്നത്? ആ കുഞ്ഞിൻ്റെ കൈ, ഒരു 9 വയസ്സുകാരിയാണ്, അതിൻ്റെ ജീവിതം തന്നെ തകർന്നല്ലേ, ജീവിതം പോയില്ലേ ആ കുഞ്ഞിൻ്റെ. ആ മോൾക്ക് നമുക്ക് അതിന് എന്തെങ്കിലും സ്വാതന്ത്ര്യം നമുക്ക് അതിന് പറയാൻ പറ്റുമോ? നിൻ്റെ കൈ പോയതല്ല ഉള്ളൂ കുഞ്ഞെന്ന് പറയാൻ പറ്റുമോ? കൈ പോയെന്ന് പറഞ്ഞാൽ എൻ്റെ വലതുകരമെന്ന് പറഞ്ഞാൽ മോശമാണോ? അതിൻ്റെ കൈ പോയില്ലേ, എൻ്റെ കൈ എന്തേ അമ്മയെന്ന് ചോദിക്കുമ്പോൾ ആ മാതാപിതാക്കൾ എന്ത് പറയും? എന്നിട്ട് അവരെ വെള്ള പൂശാൻ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി കൊടുത്തേക്കവന്മാർ. ഈ കള്ളന്മാരെ ഉണ്ടല്ലോ, ഈ റിപ്പോർട്ട് കൊടുത്തുവെക്കുന്നമാരെയെല്ലാം സർവീസിൽ നിന്ന് പിരിച്ചുവിടണം. അതാ ചെയ്യേണ്ടത്. ഈ ഓപ്പറേഷൻ നടത്തിയവന്മാരെ ഉണ്ടല്ലോ ഇപ്പം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് 2 പേരെ. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കുഞ്ഞിൻ്റെ കൈ മുറിച്ചിട്ട് അതിന് ഈ റിപ്പോർട്ട് കൊടുത്തവന്മാരുണ്ടല്ലോ ഇവന്മാരെ വെള്ള പൂശാൻ, അവരെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത്. ഇനി അവരെ പിരിച്ചുവിടുന്നതിന് മുമ്പ് വേറെ കാര്യം കൂടെ ചിന്തിക്കണം. നമ്മുടെ ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ, അവരെയാണ് ആദ്യം പിരിച്ചുവിടേണ്ടത്. അത് കഴിഞ്ഞിട്ട് മതി ഇവരെ എന്ന് പറയാനല്ല ഒക്കുള്ളൂ, പറയാനേ പറ്റുള്ളൂ. പക്ഷേ അവർക്കൊന്നുമുള്ള
ആ സൗകര്യങ്ങളും അതുപോലെ തന്നെ ഈ കഴിവൊന്നും നമുക്കാർക്കും ഇല്ലല്ലോ, പറയാനല്ല പറ്റുള്ളൂ.